ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ തയ്യാറാക്കാൻ പോണത്. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകിട്ട് 4 മണി പലഹാരമായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അധികം പണിയൊന്നുമില്ല, വളരെ സിമ്പിളാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. മീഡിയം വലിപ്പത്തിലുള്ള 2 എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ പഴം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 4 കട്ട് ചെയ്തിട്ട് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞേരോ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചാലോ കേട്ടോ. എന്നാലാണ് ഞാൻ അടുത്തതായിട്ട് ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഏതെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. അതിട്ട് കൊടുത്തിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ പീസുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഈ പഴം ഇതിൻ്റെ ആ പച്ചമണമൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഇതുപോലെ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നെയ്യിൽ അല്ലെങ്കിൽ ബട്ടറിൽ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആദ്യം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇനി അടുത്തതായിട്ട് ചേർക്കാനുള്ളത് ഏലക്കാപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏലക്ക കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏലക്കായുടെ പൊടി ഉണ്ടെന്ന് വെച്ചാൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതിയിട്ടാണ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ജീരകത്തിൻ്റെ പൊടിയായാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ ജീരകപ്പൊടിയോ അല്ലെങ്കിൽ ഏലക്കാപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ ശർക്കര പാനിയായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ മെൽറ്റ് ആയിട്ടുണ്ട്. പഴമൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മളെ തേങ്ങ ചിരകിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ തേങ്ങയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളൊരു 2 നേന്ത്രപ്പഴത്തിന് അത്യാവശ്യം 1 കപ്പ് തന്നെ മതിയാവും. അപ്പോൾ നമുക്ക് ഈ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ തേങ്ങ ഒക്കെ ഇതിൽ കിടന്നിട്ട് ഒന്ന് വഴണ്ട് വരണം കേട്ടോ. അതിനായിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ഈ പഞ്ചസാരയൊക്കെ ഒന്ന് ഇതിലൊന്ന് പിടിച്ച് സെറ്റ് ആവാനുണ്ട്. നമ്മുടെ പഴത്തിലൊക്കെ ഓൾറെഡി സെറ്റായിട്ടുണ്ട്, എന്നാലും ഈ തേങ്ങയിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് അതിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് 2 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കാം. പിന്നെ നമ്മളിത് മിക്സ് ആക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ മിക്സ് ആക്കാനായിട്ട്. അടി പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി ഇതൊന്ന് നന്നായിട്ട് ജോയിൻ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് ഇങ്ങനെ നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി. നമുക്ക് ഒരുപാട് അങ്ങോട്ട് നേരം ഇട്ടിട്ട് ആക്കേണ്ട, 2 മിനിറ്റോളം മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് സെറ്റായി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ആക്കാം കേട്ടോ. അപ്പോൾ 1 കപ്പ് മൈദപ്പൊടി അല്ലെങ്കിൽ 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് ഇതിനൊരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വെറും ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ പൊടികളൊക്കെ നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ആക്കുക. ഉപ്പൊക്കെ കറക്റ്റായിട്ട് എല്ലായിടത്തും ഒരുപോലെ ആവാനായിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ ആക്കി എടുക്കണം കേട്ടോ. അത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിക്കുക. ഒരുമിച്ച് വെള്ളം ഒരുപാട് കോരി ഒഴിക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് എനിക്ക് വെള്ളം ആവശ്യമായി വന്നത് 2 കപ്പാണ്. അപ്പോൾ നമ്മൾ 2 കപ്പ് വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്. കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ചില ഗോതമ്പ് പൊടിയിൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറവ് മതി. അപ്പോൾ അത് നോക്കിയിട്ട് ഒഴിക്കുക. നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഒരു ദോശ ബാറ്ററൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒക്കെ ഒരു പരിവാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം നോക്കിയിട്ട് ഒഴിക്കുക, കൂടി പോകരുത്.
അങ്ങനെ ദേ ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ വേണം ബാറ്റർ റെഡിയാക്കാനായിട്ട്. ഒരുപാട് ലൂസല്ല എന്ന് ഒരുപാട് അങ്ങോട്ട് തിക്കൊല്ലാത്ത രീതിയിൽ ഇതുപോലെ വേണം തയ്യാറാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാറ്റർ റെഡിയാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഇനി ഗ്യാസ് സ്റ്റോപ്പിലേക്ക് നമ്മളെ ദോശപ്പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു തവി ബാറ്റർ ഒഴിച്ചിട്ട് ഇതുപോലെ ചെറിയ ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വലുപ്പത്തിലൊന്നും വേണ്ട, ചെറിയ ദോശ മതി കേട്ടോ, അധികം വട്ടത്തിലാക്കരുത്. ഇതുപോലെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി, ഒരുപാട് അങ്ങോട്ട് മുരിഞ്ഞ് വരരുത്. രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്, ഇത്രയും മതി, നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ ബാക്കിയുള്ള മാവ് വെച്ചിട്ട് ദോശ റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ അടുത്ത ദോശ ചുടുന്നതിന് മുമ്പായിട്ട് നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഗോതമ്പ് ദോശ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത തവി ഒഴിച്ചിട്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് മാവ് കൊണ്ട് ദോശ റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ദോശ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു 8 ദോശയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒരുപാട് അങ്ങോട്ട് മുരിഞ്ഞ് ബ്രൗൺ കളർ ആവരുത്, ഇതുപോലെ വേണം ദോശ ഉണ്ടാക്കി എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ ഫില്ലിങ് വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് ഒരു ദോശ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് എടുക്കാം. ഫില്ലിങ് നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫില്ലിങ് എടുത്തിട്ട് നമ്മൾ ദോശയിൽ വെച്ചിട്ട് നമുക്ക് ഇനി ഫില്ല് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ദോശയുടെ ഇത് മുകളിലായിട്ട് ഇതുപോലെ കുറച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തി സ്പ്രെഡാക്കുക. ഒരുപാട് അങ്ങോട്ട് കനത്തിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് റോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് തന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഒരേ തിക്നെസ്സിൽ തന്നെ നന്നായിട്ട് പരത്തി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു ഫില്ലിങ് ഈ ദോശയുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ റോൾ ചെയ്യാനായിട്ട്. ഗ്യാപ്പ് ഇല്ലാതെ നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഫില്ലിങ് അതിൽ കൂടെ പുറത്തേക്ക് ചാടും. അപ്പോൾ മാക്സിമം ടൈറ്റ് ചെയ്തിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. കണ്ടില്ലേ, സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് അവിടെ സെറ്റായിരുന്നോളും. നമ്മുടെ പഴം ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഒരു ഇതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പിടിച്ച് സെറ്റായിക്കോളും കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരെണ്ണം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ എനിക്കൊരു 8 എണ്ണമാണ് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഇതിൽ 7 എണ്ണമാണുള്ളത്, ഒരെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ അളവിൽ എടുക്കുകയാണെങ്കിൽ ഒരു 8 എണ്ണം നമുക്കിതുപോലെ സെറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഒരു മീഡിയം വലിപ്പത്തിലുള്ള 8 എണ്ണം റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. പക്ഷേ ഞാനിത് കുറച്ചും കൂടി ഒന്ന് മുരിയിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഇവിടെ ദോശ തവയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റാക്കിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. നല്ലൊരു ക്രിസ്പി ആയി പുറം ഭാഗം നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുമ്പോൾ ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകിട്ട് നമുക്ക് 4 മണി പലഹാരമായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക കമൻറ്റിലൂടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി സ്നാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ കുക്കിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയും വെറൈറ്റിയും ആയിട്ടുള്ള അടിപൊളി റെസിപ്പികളും ടിപ്സുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്